നീറ്റ് പരീക്ഷാ സമ്പ്രദായം റദ്ദാക്കണമെന്ന് MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ. അഖിലേന്ത്യാ പരീക്ഷ പരാജയമാണെന്നും അത് റദ്ദാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. ഇന്ന് ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജ് എല്ലാ ഉത്തർപ്രദേശിലും ബീഹാറിലും ഓരോ ഡിസ്ട്രിക്റ്റിലും മെഡിക്കൽ കോളേജിൽ തുടങ്ങിയത്. അപ്പൊ ആ നിലക്ക് ഈ ഓൾ ഇന്ത്യ കോട്ട എന്ന് പറഞ്ഞ സംഭവം ഒരുപാട് പ്രയാസങ്ങൾ, അവിടെ പോയി താമസിക്കണം, ഭക്ഷണം, ദൂരം, എത്ര യാത്ര ചെയ്യണം, അങ്ങനത്തെ ഒരുപാട് പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു ഓൾ ഇന്ത്യ കോട്ട അന്വേഷണമായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ആ ഓൾ ഇന്ത്യ കോട്ട എടുത്തു കളഞ്ഞുകൊണ്ട് ഈ നീറ്റ് പരീക്ഷ കേരള ഗവൺമെന്റ് നടത്തണം, അത് സംസ്ഥാന ഗവൺമെന്റുകൾ നടത്തണം. അതിനോട് ചേർന്നുകൊണ്ടാണ് ഇപ്പോ വെസ്റ്റ് ബംഗാളും നമ്മുടെ തമിഴ്നാടും ഒക്കെ നിലനിൽക്കുന്നത്. അതിൽ കേരള ഗവൺമെന്റ് ദുഃഖമുണ്ട്. കേരള ഗവൺമെന്റ് ഇത് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല. ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരുമ്പോൾ ഒരു ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. ഞാൻ മീറ്റിംഗ് ഒരു പരിപാടിക്ക് SFI പറയുന്നത് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് അനുകൂലമാണ്. പക്ഷെ കേരള ഗവൺമെന്റ് തീരുമാനം അറിയിക്കണ്ടേ? ആ ഗവൺമെന്റ് തീരുമാനം അറിയിക്കുകയും അത് കോടതിയെ അറിയിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഈ സാഹചര്യങ്ങൾ പഴയ സാഹചര്യമല്ല. 30-40 കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷയൊക്കെ വന്നതിന് ശേഷം. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല. ഞങ്ങളൊക്കെ പുറത്തൊക്കെ പഠിച്ചവരാണ്. അവിടെ 10 ആൾമാറാട്ടം നടക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, പാസ്സായി പോയ ഒരു കുട്ടിയാണ് ഗുജറാത്തിൽ നിന്ന് അവിടെ പോയിട്ട് ബീഹാറിലെങ്ങാണ്ട് പോയിട്ട് പരീക്ഷയ്ക്ക്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഈ മധ്യപ്രദേശിന്റെ ഒരു ഇന്ത്യയുടെ ഇതല്ലാത്തൊരു സ്ഥലത്ത്, വളരെ വിജനമായിട്ടുള്ള സ്ഥലത്ത് ഒരു നീറ്റ് പരീക്ഷ നടത്തണമെങ്കിൽ എന്തായിരിക്കും? മാത്രമല്ല, നമുക്ക് വീട്ടിലെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവിടെ ഒരു തരത്തിലുള്ള ക്യാമറ സംവിധാനങ്ങളോ ഇൻവിജിലേഷൻ സംവിധാനമോ അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. അഖിലേന്ത്യാ പരീക്ഷകളിൽ വൻതോതിൽ അഴിമതിയും പേപ്പർ ചോർച്ചയും ആൾമാറാട്ടവും നടക്കുകയാണ്. അനാവശ്യമായി ഇളം പ്രായത്തിൽ കുട്ടികളെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിപ്പിക്കാൻ നിർബന്ധിക്കുകയാണ്. നഗരാധിഷ്ഠിതമായ കോച്ചിംഗ് മാഫിയാണ് ഇതിന് പിന്നിൽ. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എടുത്ത നിലപാട് കേരള ഗവൺമെന്റ് പിന്തുടരണം. ഇത് സ്റ്റേറ്റിന്റെ അധികാരത്തിലുള്ള കൈകടത്താണെന്നും ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. ജാതി സെൻസസ്, സാമ്പത്തിക സാമൂഹ്യ സർവേ നടപ്പിലാക്കണം. ഏതെങ്കിലും സമുദായത്തിന് കൂടുതലോ കുറവോ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. +2 മലബാറിൽ അധിക ബാച്ച് അനുഭവിച്ച് മുഴുവൻ വിദ്യാർത്ഥികൾക്കും തുടർ പഠനം ഉറപ്പാക്കണം. SLC പരീക്ഷയ്ക്ക് 30 മാർക്ക് മിനിമം എഴുത്ത് പരീക്ഷയിൽ വേണമെന്ന് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ 8 മാർക്ക് മാത്രം മതി. SLC പാസ്സാവാൻ ഗ്രേഡിംഗ് സിസ്റ്റം എടുത്തുകളഞ്ഞ് പഴയതുപോലെ മാർക്ക് അടിസ്ഥാനമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പിലാക്കുമ്പോൾ സിലബസ് ഉടൻ തയ്യാറാക്കണം. ആർട്സ് എഞ്ചിനീയറിംഗ് കോളേജുകൾ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ വിദേശ പഠനം പരിശോധിക്കുകയും പുതിയ കോളേജുകൾ അനുവദിക്കാതിരിക്കുകയും വേണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. MES ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ, ട്രഷറർ OC സലാഹുദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.